ഡേയ്, നീ എന്തിനാടാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറയടാ, ചുമ്മാ ബോറടിച്ചിരിക്കണ്ട. നിങ്ങളെന്ത് മനുഷ്യനാണ്? ഒരാളെ പൂട്ടിയിട്ടാണോ നിങ്ങളുടെ ബോറടി മാറ്റണത്? നീ മിണ്ടിയില്ലെങ്കിൽ വേണ്ട. എന്റെ ബോറടി മാറ്റാൻ എനിക്ക് സ്ഥിരം പരിപാടിയുണ്ട്. യുവർ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഞാൻ ഔസേപ്പാ. ഹലോ ഹലോ, ലൈൻ ക്ലിയർ അല്ല തോന്നുന്നു. ഹലോ അശു, നമ്മുടെ ഒരു ഉഗ്രൻ കോളർ ആയിരുന്നു, പക്ഷേ ലൈനിൽ എന്തോ തകരാറ് കാരണം മിസ്സായി പോയി. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഉടൻ തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഞാൻ രാധാമണിയാ. ഓ, അങ്ങനെ. രാധാമണി ചേച്ചി എന്ത് ചെയ്യുന്നു? അയ്യോ, എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ഞാനൊരു ഹൗസ് വൈഫാ. ഓ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അങ്ങേരോ ഒന്നും ചെയ്യുന്നില്ലെന്നേ. അതല്ലേ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അതെയോ ചേച്ചി? അല്ല, മാഡത്തിന് വീട് വീട് പാതാളം ജംഗ്ഷനിൽ ഒരു വായനശാലയുടെ പുറകിലാ. അല്ല, ഞാൻ ആ വഴിയൊക്കെ വരാറുണ്ടല്ലോ. ഓ റിയലി? മാഡത്തിന് ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഏത് പാട്ടാ വേണ്ടതെന്ന്? താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. കുറച്ച് പഴയ പാട്ടാ. മടിക്കാതെ പറഞ്ഞോളൂ. ഇത് നിങ്ങളുടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം അവിടെ ഉണ്ടാകുമോ? എന്താ മാഡം അങ്ങനെ പറയുന്നത്? മാമിന് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചുതരാൻ പറ്റിയില്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാ ഈ പ്രോഗ്രാം നടത്തുന്നത്? അയ്യോ താങ്ക്സ്. പാതാളം ജംഗ്ഷൻ അടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാധാമണി മാഡത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ മനോഹര ഗാനം പ്ലേ ചെയ്യുന്നു. അയ്യോ അയ്യോ ചേട്ടാ, ആ താക്കോലിങ്ങ ഞാൻ ഏൽപ്പിക്കാം. വേണ്ടടാ, ആ വേല നിന്റെ കയ്യിലിരിക്കട്ടെ. അയ്യോ അയ്യോ ചേട്ടാ, ഞാൻ പറയണേക്ക്. ചേട്ടനെ ഞാൻ സഹായിക്കാം. ആ താക്കോലിങ് എറിഞ്ഞ. ഔസേപ്പേ, വാ പോകാം. ഞാനില്ല. എന്റെ ഔസേപ്പ ഇന്ന് കള്ള് ഫ്രീയാ. മുഹമ്മദിന്റെ ചെലവാ. 7 മാസത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷം അയൽ വീട്ടിലെ വേലക്കാരി സോഫിയ മുഹമ്മദിനെ നോക്കി നാണത്തോടെ ഒന്ന് ചിരിച്ചു. അതിന്റെ ചെലവാ. വാ ഔസേപ്പേ. വരണമെന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കള്ള് ഫ്രീ ആണല്ലോ. പക്ഷേ ഒരു കുരുമുളക് കാപ്പി ഇടണമെന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് പറ്റുന്നില്ല. എന്നാ ഞങ്ങള് പോവുക. കള്ള് എപ്പോഴും ഫ്രീ കിട്ടത്തില്ലല്ലോ. ഇനിയിപ്പോ ഒരാഴ്ച റെസ്റ്റ് ആയിരിക്കുമല്ലോ, അത് കഴിഞ്ഞു കാണാം. ശരി, അപ്പൊ കാണാം. ഞങ്ങൾ ഇറങ്ങുക. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്താ ആത്മാർത്ഥ. കൂട്ടുകാരനൊരു കപ്പ് കാപ്പി ചോദിച്ചപ്പോഴേക്കും അവർക്ക് ഷാപ്പിൽ ഭജന ഇരിക്കാനാ തിരക്ക്. അത് അവരുടെ മാത്രം കുഴപ്പമില്ല കേട്ടോ. അയാ പൈസയുടെ സഹായം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അതാണല്ലോ നിങ്ങളുടെ സ്വഭാവം. ഇത്രയും പ്രായമില്ലേ, ഇനിയെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പാടില്ലേ? ഈ അകലെ കിടക്കുന്ന ബന്ധുക്കളിലും നല്ലതാ അടുത്ത് കിടക്കുന്ന ജന്തുക്കള്. നിർത്തടാ നിന്റെ ഉപദേശം. എന്റെ വീട്ടിൽ കക്കാൻ കയറി വന്നിട്ടാ നീ എന്നെ ഉപദേശിക്കുന്ന. കള്ളൻ, കള്ളൻ. അല്ലെങ്കിൽ നീ ഉപദേശിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്നെ ആർക്ക് വേണമെങ്കിലും ഉപദേശിക്കാം. ഉപദേശിച്ചു. നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ആരും ഉദ്ദേശിക്കത്തില്ലായിരുന്നു. എന്തിനാ നീ എന്നെ വിട്ടുപോയത്? അല്ലെങ്കിൽ നിന്നോടിപ്പോ എനിക്ക് പറയാമായിരുന്നു, അച്ഛനൊരു ചൂട് കാപ്പി വേണമായിരുന്നു. ഇയാളെന്റെ മുമ്പിൽ ഇരുന്ന് തീരോ? ഞാൻ ആ കാപ്പിയും കുടിച്ചിട്ട് നിന്റെ ആ പാട്ടൊന്ന് കേക്കട്ടടി. ഹൃദയം താമരക്കും മമ ഹൃദയം. ചേട്ടാ, ഇങ്ങനെ പോയ സംഗതി പ്രശ്നം കേട്ടോ. ഇവിടെ കിടന്ന് നിങ്ങളുടെ വെടി തീരുവേ. ആ കീ കൊടുത്താ ചേട്ടാ. അന്നാമ്മേ, കാപ്പി വേണമടി. കാപ്പി കാപ്പി. ഇങ്ങനെ മുമ്പിരുന്ന് മടിയായോ ചേട്ടാ? ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ.
ചേട്ടാ കണ്ണട മാറ്റിക്കേ. ശ്വാസം എടുക്കൂ. നാക്ക് നീട്ടി. പേടിക്കാനൊന്നുമില്ല. ആ ഈ ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്താൽ മതി. ശരി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. എടാ നീ എങ്ങനെ? ആ റോളർ കൊണ്ട് താക്കോലെടുത്ത് തുറന്നതാ. എന്നിട്ട് നീ എന്താ രക്ഷപ്പെടാഞ്ഞ? രക്ഷപ്പെടാൻ തന്നെ തോന്നിയത്. പക്ഷെ ഔസേപ്പേട്ടിന് ബോധമില്ലായിരുന്നു. ഈ കാപ്പി തന്നാമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ പോകാൻ തോന്നിയില്ല. ഞാൻ പേടിക്കണ്ട, ഞാൻ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല. എനിക്ക് എന്നാ പൈസ എന്നാണ് ഞാൻ ഇതൊക്കെ ഒപ്പിച്ചത്. ഇത് മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പോയി മേടിച്ചിട്ട് വരാം. സ്റ്റോപ്പ്. എന്താണ് ഇവിടെ നിന്ന് പരുങ്ങുന്നത്? സാറ് ഞാൻ ഇവിടുത്തെ തേങ്ങ ഇടുന്ന ആളാണ് സാർ. ഈ വേഷത്തിലാണല്ലോ നീ തേങ്ങ ഇടാൻ കയറുന്നത്? സാറ് ഞാൻ ന്യൂ ജനറേഷൻ തേങ്ങ ഇടലാരനാണ് സാർ. ഓഹോ, അതെ. എത്ര കാലമായിട്ടാ നീ ഈ പണി തുടങ്ങിയിട്ട്? അത് ഓർമ്മ വെച്ച കാലം മുതലാണ്. എന്നാണ് നിനക്ക് ഓർമ്മ വെച്ചത്? അത് ഓർമ്മയില്ല സാർ. നീ സച്ചിൻ തെണ്ടുൽക്കറെ സെഞ്ചുറി അടിക്കാൻ പഠിപ്പിക്കരുത്. ഇനി പഠിപ്പിച്ചിട്ടും കാര്യമില്ലല്ലോ സാർ. സച്ചിൻ വിരമിച്ചില്ലേ? മൈ ലിറ്റിൽ മാസ്റ്റർ, എന്റെ സച്ചിൻ. സെന്റിമെന്റ്സ് പറഞ്ഞ എന്റെ വീക്ക്നെസ് കയറി പിടിക്കാൻ നോക്കിയാണല്ലോ. പിടിക്കില്ല സാർ. ആ എന്നാ കേട്ടോ, ഇനി മുതൽ നീ തേങ്ങ ഇടലുകാരനല്ല, തേങ്ങ കള്ളനാണ്. അയ്യോ. അതെ, ഇതുവരെ ഈ നാട്ടിൽ നടന്നിട്ടുള്ള പ്രമാദമായ എല്ലാ തേങ്ങാ മോഷണ കേസുകളും ഈ SI S രാഘവൻ നിന്റെ തലയിൽ വെച്ച് കെട്ടാൻ പോവുകയാണ്. സാർ നോക്കി നിൽക്കാതെ പോയി കേരളതെങ്കില് ജീപ്പില്. സത്യമായിട്ട് ഞാൻ തേങ്ങ ഇടുന്ന ആളാണ് സാർ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സുനാഗ്രം കാണിച്ചു തരാം. തേങ്ങ ഇടുന്ന മെഷീൻ. കേരള ജീപ്പില്. സാർ ഇനി സംശയം ഉണ്ടെങ്കിൽ ഔസപ്പണ്ണോട് വിളിച്ചു ചോദിച്ചു നോക്ക്. ആ അത് വേണ്ട, വേറെ ആരോട് ചോദിച്ചാലും അങ്ങേരോട് ചോദിക്കുന്ന പ്രശ്നമില്ല. ചോദിച്ചാൽ ഉടനെ പറയും ബകലേതോ കുഞ്ഞമ്മയുടെയോ കൊച്ചച്ഛന്റെയോ അകന്ന ബന്ധുവാണെന്ന്. എന്നിട്ട് പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. അതുവരെ ഞാൻ സഹിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ ഒരു മഞ്ഞ ദ്രാവകം കുടിക്കാൻ വേണ്ടി തരും. താനും ആ മഞ്ഞ ദ്രാവകം കുടിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയില്ല, ഇങ്ങനെ ആര് ചെയ്യുന്നു കണ്ടാലും എനിക്ക് എന്താ സർ? സൂക്ഷിച്ചു നോക്കിട്ട് പറ. അറിയോ? അറിയാം സാർ. SI അല്ലേ? എന്നെ അറിയോന്നല്ല, ഇവനെ അറിയോന്ന്. അറിയാം സാർ. നിന്നോടല്ല, നിന്നോട്. അറിയാം സാർ. ഞാൻ പറഞ്ഞില്ലേ സാർ, അറിയാം സാർ. എങ്ങനെ അറിയാം? ദൈവം അതിലേക്ക് കയറി എന്റെ ചേച്ചി വായി നോക്കലേ ഇവന്റെ സ്ഥിരം പണി. വൃത്തികെട്ട. ഓഹോ, അപ്പൊ വകുപ്പ് മാറി. സ്ത്രീ പീഡനമായി. നിനക്ക് ആ പണി മാത്രമല്ല ഈ പണി അറിയാലടാ. അവനൊരു സുനാഗ്രാം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ക്ലീൻ ബോൾഡായി. ഈ ഇടി ഞാൻ എന്റെ സച്ചിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കുട്ടി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി എഴുതി തരും. അയ്യോ, ഇപ്പൊ വരാൻ പറ്റില്ല. ഔസേപ്പേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ ഔസേപ്പേട്ടന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കരടി വണ്ടിയില്ലേ?
വാ ചേച്ചി ഔസേപ്പേട്ട എന്തെങ്കിലും ചെയ്യട്ടെ ഒരു ദിവസം. ഇവന്റെ ഞരമ്പ് രോഗം ഇന്ന് തന്നെ മാറ്റി കൊടുക്കണം.